ആർക്ക് വേണേലും ഉണ്ടാക്കി നോക്കാവുന്ന ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ ഒരു സെൽഫ് കെയർ ഹാമ്പർ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് സെറ്റിൻ്റെ കഥയാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. സോ സെൽഫ് കെയർ ഇസ് നോട്ട് സെൽഫിഷ്, ഇറ്റ്സ് എ സെൽഫ് റെസ്പെക്ട്. ഈ സ്കിൻ കെയറും സെൽഫ് കെയറൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എൻ്റെ 2 ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഞാൻ ഒരുക്കിയൊരു ഹാമ്പറായിരുന്നത്, അതും കഴിഞ്ഞ ശനിയാഴ്ച. സോ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനതൊക്കെ റെഡിയാക്കുന്ന ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഹലോ ഗായ്സ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? പിന്നൊരു നോർമൽ ആയിട്ടുള്ളൊരു ഫ്രൈഡേ ആയിരുന്നു. പക്ഷെ നാളെ എൻ്റെ 2 ഫ്രണ്ട്സ് വരുന്നുണ്ട് വീട്ടിൽ. എൻ്റെ കൂടെ യൂണിവേഴ്സിറ്റിയിൽ കോസ്മെറ്റിക്സിൽ ഉണ്ടായിരുന്ന 2 ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങൾ ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളത്തെ ഒരു ഡേ നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗിഫ്റ്റ്, ഒരു ഹാമ്പർ പോലെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനകത്ത് ഞാൻ തന്നെ ഫോമുലേറ്റ് ചെയ്ത കുറച്ച് സാധനങ്ങളും ഐറ്റംസ് ഒക്കെ ആയിട്ട് ഒരു ഹാമ്പർ. ഇതൊക്കെയാണ് ഞാൻ മേടിച്ച കുറച്ച് സാധനങ്ങൾ. ഇപ്പൊ ഈസ്റ്റർ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇതുപോലത്തെ കുറെ ബാസ്ക്കറ്റ്സ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. നമ്മുടെ ഹാമ്പറിന് വേണ്ടിയിട്ട് സെറ്റാക്കി. ആൻഡ് ഇതൊരു ഫേസ് ഷീറ്റ് ആണ്, ഫേസ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം. ഷീറ്റ് മാസ്ക് ആണ്. അതുപോലെ ഇത് നമുക്ക് ഡെക്കോറിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. കുറച്ച് ഫ്ലോറൽസ്, പിന്നെ ഇതുപോലെ ഇത് ലിൻഡിൻ്റെ 70% ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഞാൻ ആഡ് ചെയ്തിരുന്നു. ഡാർക്ക് ചോക്ലേറ്റ്സ് ജനറലി സ്കിൻ ഹെൽത്തിന് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആണല്ലോ. നമ്മുടെ സ്പേസ് മുഴുവനും ആകെ മെസ്സി ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഞാനിന്ന് ഒരു ഫോമുലേഷനും കൂടെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബോഡി ബട്ടർ ഉണ്ടാക്കണം, പിന്നെ ഒരു ലിപ് ബാം ഉണ്ടാക്കണം. ഇന്നലെ ഞാൻ കുറച്ച് ക്യാൻഡിൽസ് സെറ്റാക്കി, കാരണം ടൈം കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഈ ക്യാൻഡിൽസ് ഒക്കെ സെറ്റ് ചെയ്തതും അതുപോലെ നമ്മുടെ ലിപ് ബാമും ബോഡി ബട്ടറും ഒക്കെ എങ്ങനെയാണ് ഫോമുലേറ്റ് ചെയ്തതെന്നൊക്കെ ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാം. ഞാൻ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു, അപ്പോഴത്തേക്ക് നിങ്ങളങ്ങോട്ട് എത്തി. അപ്പൊ ഞങ്ങൾ സംസാരിക്കാം. അതല്ല, ഇതിലുണ്ടോ? ഒരെണ്ണം എനിക്കുള്ളതാണ്. എൻ്റെ മെസ്സി ആയിട്ടുള്ള ടേബിളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്താണ് സംഭവിക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ് ഒരാൾ. മൊത്തത്തിൽ അലങ്കോലമായിട്ട് കിടക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. ആൻഡ് നമുക്കാണെങ്കിൽ ഫോമുലേറ്റ് ചെയ്യാനും അതുപോലെ നമുക്ക് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ എന്തായാലും ഫോമുലേഷൻ മാത്രമാക്കണ്ട, അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസും കൂടെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ആക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ആൻഡ് ഈ ബോഡി ബട്ടറിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കിയത് ഒരു വൈറ്റ് കളറോ അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ളൊരു ബോഡി ബട്ടർ തന്നെയായിരുന്നു. ഇപ്രാവശ്യം എനിക്കൊരു പിങ്കിഷ് കളറിൽ വേണമെന്നുണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് ബീട്രൂട്ട് പൗഡർ ആൽമണ്ട് ഓയിൽ ഇൻഫ്യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കി. പക്ഷേ നമ്മുടെ ലിപ് ബാം എങ്ങനെയാണോ പാളിപ്പോയത് അതേപോലെ തന്നെ ഇതും പാളിപ്പോയി. പിന്നെ മുന്നേ ഞാൻ ഉണ്ടാക്കിയതിനേക്കാളും ടെക്സ്ചർ വ്യത്യാസമുണ്ട്, അതിൻ്റെ റേഷ്യോയിലും ഇൻഗ്രീഡിയൻസിലൊക്കെ വ്യത്യാസമുണ്ട്. ആൻഡ് പിന്നെ ടിൻറ്റഡ് ലിപ് ബാം, അതുപോലെ തന്നെ ക്യാൻഡിൽസ്. ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന 3 എസെൻഷ്യൽ ഓയിൽസിനെ ബ്ലെൻഡ് ചെയ്തിട്ട് തിരിച്ചും മറിച്ചും തിരിച്ചും ആക്കിയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള 3 ബ്ലെൻഡുകൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒരു 6 ക്യാൻഡിൽസ് ഉണ്ടാക്കിയത്. അതിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്മെല്ലായിരുന്നു, കാരണം 3 എണ്ണം മിക്സ് ചെയ്തിട്ടാണല്ലോ. ഓക്കെ, ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അത് കാണാം. ആൻഡ് ഈ കാണുന്നത് എൻ്റെ ബിഫോർ സെറ്റിംഗ് ദ ഹാമ്പർ ആയിരുന്നു. ഇത് വലിയൊരു സംഭവമൊന്നുമല്ല സത്യം പറഞ്ഞാൽ, ഇതിനേക്കാളൊക്കെ അടിപൊളിയായിട്ട് ഒരുപാട് പേര് ചെയ്യാറുണ്ട്. പക്ഷെ ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടും പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടൊക്കെ തോന്നിയത്. കാര്യം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയായിരുന്നു. ചെറുതാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യം അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയെന്ന് നമുക്ക് തോന്നുമ്പോൾ കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ചെറിയ ഡോപ്പമിൻ റഷൊക്കെ പോലെ. എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജെനുവിൻലി ഇഷ്ടമുള്ളവരാണെങ്കിൽ, ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു സ്മോൾ ഡോപ്പമിൻ റഷ്, ആ ഒരു ഫീല് മിസ്സാക്കരുത്. ആൻഡ് പ്ലീസ് ജസ്റ്റ് സ്റ്റാർട്ട്. പെർഫെക്റ്റ് സെറ്റപ്പ്, പെർഫെക്റ്റ് ടൈം, പെർഫെക്റ്റ് കണ്ടീഷൻസ്, അതിനൊന്നും വെയിറ്റ് ചെയ്യണ്ട. ആൻഡ് റിയൽ ലൈഫിൽ അതൊക്കെ വളരെ റെയറായിട്ടൊക്കെ വരുള്ളൂ.
ആൻഡ് ചെറിയ സ്പേസിൽ നിന്നും ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും ആൻഡ് പെർഫെക്റ്റ് ആവില്ല, പക്ഷെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. Sometimes it's messy, sometimes it's imperfect, but completing something gives the inner happiness and motivation, and that feeling itself is worth it. So, if you love creating, experimenting, learning, or just doing things that make you feel alive, do whatever you want and enjoy the process and don't wait. So, ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ I'm so happy. So, stay tuned for more videos and more formulations. Thanks for watching. Bye.